ഹലോ നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ സജിനയുടെയും അതുപോലെ തന്നെ ദിയാസനയുടെയും കള്ളത്തേങ്ങൻ പൊളിച്ചെടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഷെരീഫ് എന്താ പറയുന്നത് നമുക്കൊന്ന് ഫസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാലോ. ഹായ്, സുഖല്ലേ? ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാൻ പോണ വിഷയം ഒരുപക്ഷെ നിങ്ങൾക്ക് കേട്ടും കണ്ടും അടുത്ത വിഷയമാണെങ്കിൽ കൂടി ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഇവരുടെ യഥാർത്ഥ കള്ളക്കളി എന്താണെന്നും കള്ളത്തിൽ എന്താണെന്നുള്ളതും ഇവരെ വീഡിയോ തന്നെ ഞങ്ങൾക്ക് കണ്ടുപിടിച്ചു തരാം. എന്തായാലും കാണുന്നവർക്കൊരു രസം, കാരണം ഒരുമിച്ച് ഉണ്ടും ഉറങ്ങിയും നിന്ന ആളുകളാണ് ഇപ്പോൾ തമ്മിലടിച്ച് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന രണ്ട് കഥാപാത്രങ്ങളായി മാറിയത്. അപ്പോൾ ഷെരീഫ് പറയുന്നതൊന്ന് കണ്ടു നോക്കൂ. അതിന് ഉത്തമ ഉദാഹരണമാണ് ഇപ്പൊ നടക്കുന്ന ഈ ദിയാസനയും സജിനയും തമ്മിലുള്ള വിഷയം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര തെളിവും ഡേറ്റും ടൈമും എല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടാണ് ഇവർ പരസ്പരം വെല്ലുവിളിക്കുന്നത്. ഞാൻ വരാം, എവിടെ വേണമെങ്കിലും വന്നിട്ട് എൻ്റെ ബ്ലഡോ മുടിയോ എന്താ വേണ്ടത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ഈ രണ്ട് വീഡിയോ ഉണ്ടല്ലോ, അത് കുറച്ച് കാര്യഗൗരവമുള്ള വീഡിയോ ആണ്. ഒരുപാട് ചിന്തിക്കേണ്ടതും പേടിക്കേണ്ടതുമായ ഒരു വിഷയം കൂടിയാണ്. ഈ രണ്ട് വീഡിയോ കണ്ട നിങ്ങൾക്കത് മനസ്സിലാവും. സജിന ആന്റി, ദിയ ആന്റി, ഇവരതിൽ കാണിച്ച കള്ളത്തരങ്ങളും അതിൽ തന്നെ ഉണ്ട്. ആദ്യം നമുക്ക് സജിനാന്റെ വീഡിയോ ഒന്ന് കാണാം, ഒന്ന് കണ്ടോക്കെ. പിന്നെ ദിയ, നീ പല പല വോയിസ് റെക്കോർഡ് കൊണ്ടുവരും. കാരണം എന്തിനാ? ദിയയുടെ MDMന്റെ കാര്യം മറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ പറയുന്നു ദിയ, നീ എത്ര വോയിസ് റെക്കോർഡ് കൊണ്ടുവന്നാലും സബ്ജക്ട് മാറ്റണ്ട. നീ ഇപ്പൊ വെല്ലുവിളിച്ചു എന്ന് പറഞ്ഞല്ലോ, എവിടെ ഏതൊക്കെയോ വീട് ഞാനൊന്നും കാണാൻ നിന്നില്ല, കാരണം ഇച്ചിരി ബിസി ആയിപ്പോയി. അപ്പം ദിയ എവിടേക്കോ പറഞ്ഞു എന്ന് പറഞ്ഞു, അവള് വരാം, ചെക്ക് ചെയ്യാൻ വരാന്ന് പറഞ്ഞു. എന്റെ ദിയ, ഇത് ഞാൻ നാട്ടുകാരെ കേൾപ്പിക്കാനല്ല ഇത് പറയുന്നത്. ദിയ, നിന്നെ മനസ്സിലാക്കാൻ നീ ഏതൊക്കെ രീതി മൂവ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഞാൻ അറിയുന്നു എന്നുള്ള തെളിവാണ്. 2 ദിവസം മുന്നേ ദിയ ഏതൊരു ഡോക്ടറെ വിളിച്ചിട്ട് 3 മാസം മുന്നേ ഒരു സാധനം ഇങ്ങനെ നടന്നത്, അത് ബോഡി കാണുമോ, ചെക്കപ്പ് ചെയ്ത് ഞാൻ കാണുമോ എന്നൊരു കാര്യം ചോദിച്ചത്, അത് എന്റെ കയ്യിലെത്തിയിട്ടുണ്ട് ദിയ. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ടെസ്റ്റ് ചെയ്യാം ഉടനെ തന്നെ. ഈ പറഞ്ഞ വാക്ക് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. എടി, വീണ്ടും 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 ഞാൻ പറയുക, നീ വന്ന് ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ മോളെ ഞാൻ നിന്നെ മരണം വരെ ഉണ്ടായിട്ട് എന്താ കാര്യം? അന്തല്ലെങ്കിൽ പോയില്ലേ. നാട്ടുകാർക്ക് ചിരിക്കാൻ ഒരു വക അത്ര മാത്രമേ ഉള്ളൂ ഇവരുടെ കാര്യത്തിൽ. എന്തായാലും ഷെരീഫ് പറയണമെന്ന് കേട്ടു നോക്കി. ഹലോ, ഹായ് എവരിവൺ. ഞാനിപ്പോൾ ഉള്ളത് വെഞ്ഞാറമൂടുള്ള സ്നേഹസ്പർശം എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ്. സജിനയ്ക്ക് ഈ സ്ഥലം അറിയായിരിക്കുമല്ലേ? സജിന അറിയില്ല എന്ന് പറയരുത്, സജിനയ്ക്ക് പ്രത്യേകം അറിയാം ഈ സ്ഥലം. കാരണം സജിന ഇവിടെ വന്നിട്ടുണ്ട്, സജിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മാനസികാരോഗ്യം വെല്ലുവിളികളായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് അമ്മമാർ നിൽക്കുന്ന സ്ഥലമാണ്. ഇതിന്റെ നടത്തിപ്പുകാരെന്ന് പറയുന്നത് ജലീലിക്കയും സുജിയാണ്. അപ്പോഴേ ബാക്കി കാര്യങ്ങൾ അവർ പറയും. എന്റെ വീട്ടിൽ വന്ന് ദിയാസന ഫെബ്രുവരി 15-ാം തീയതി 12-നും 12:30-ക്കും 1 മണിക്ക് ഇടയ്ക്കാണ് ഈ സാധനം ചെയ്തിരിക്കുന്നത്. നിങ്ങളൊന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. കാരണം എന്തോ ഇനി ഈ അമ്മമാരുടെ പ്രാർത്ഥനയാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബാക്കി കാര്യങ്ങളെല്ലാം ഇക്ക പറയും. ഇന്ന് പുലർച്ചയോടുകൂടി ഞാൻ ഈ സജിനാന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അത് കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ദിയാസനയുടെ വാട്സാപ്പിലേക്ക് നോക്കി ഓൺലൈൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉടനെ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ദിയാസന ഈ 2 മാസം 2 പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം വന്നിട്ട് ഏകദേശം ഒരു ദിവസം ഫുള്ള് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം അന്ന് എറണാകുളത്ത് മറ്റോ പോകാനുണ്ട് വരുന്ന. ഞാനതല്ല ആലോചിക്കണേ, ഇയാളെ ദൃശ്യത്തിന് കഥ എഴുതിയാവോ? അതേ സാക്ഷി, അതേ എന്താ പറയാ, ആർക്കും ഒരു പിടുത്തം കിട്ടാത്ത മൂപ്പര് നിന്ന് പറയണുണ്ടോ? ഇത് ഒരു ദിവസം ഫുള്ള് ഞങ്ങളെ പിന്നാലെ ഉണ്ടായിരുന്നിട്ടോ ആരെങ്കിലും ചോദിച്ചോ? അത് എന്നാണ് പറയുന്നേ. ഏത് നീ ഇങ്ങോട്ട് ചോദിക്കണതിന്റെ മുന്നേ തന്നെ പറയാ, എല്ലാം പറഞ്ഞ് പഠിപ്പിച്ചത് അതുപോലെ തന്നെ പറയുന്നുണ്ട്. ട്വിസ്റ്റ് ഇതൊന്നും അല്ല. എന്താ പറയാ, വൈകുന്നേരം വരെ മറ്റേ വെള്ളം കോരിയിട്ട് വൈകുന്നേരത്ത് കലങ്ങട്ട് പൊട്ടിച്ചു അറിയില്ലേ, ആ ഇറ്റാണ്. അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. കണ്ടോ, ബാക്കി പറ. അത് ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം. 2-ാം മാസം 15-ാം തീയതി പിന്നെ ദിയാസന വന്നതിന്റെ വീഡിയോ എന്റെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അപ്പൊ മനസ്സിലാവും സജിന ഇവിടെ വന്നിട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ പറയാൻ വന്നത്, സജിന എന്നെ വെല്ലുവിളിച്ചത് 15-ാം തീയതി 12 മണിക്കും 1 മണിക്കും ഇടയിൽ എന്റെ ബ്ലഡ് ടെസ്റ്റോ മുടി ടെസ്റ്റോ എന്നെ ഗവൺമെന്റോ സർക്കാരോ നാട്ടുകാരോ ക്രൂശിച്ച് അടിച്ച് ഇടിച്ച് എന്നെ ഉപദ്രവിച്ച് എന്നെ കൊന്നു കളഞ്ഞ് ഏതെങ്കിലും രീതിയിൽ പരിശോധന നടത്താനാണ്. ഞാൻ പരിശോധിക്കാൻ ഇപ്പോഴും വില്ലിങ്ങാണ്. പക്ഷെ ഒരു കാര്യം പറയാണ്, അവള് വിളിച്ച ആ ദിവസവും ആ സമയവും ഒക്കെ ഞാൻ നിങ്ങളെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. ഇത് ചിലപ്പോൾ ഈ ഇവിടുത്തെ അമ്മമാരുടെ ഒരു പ്രാർത്ഥന ആയിരിക്കാം ഇതെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ?
ഞാൻ അത്രയും ചലഞ്ച് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നമ്മളെ സഹായിക്കാൻ ഒരുപാട് പറയാനാ ഞാൻ ഇവിടെ വന്നത്. ആളുകളുണ്ടല്ലോ. അവിടെ പോയിട്ട് എൻ്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. ഇജ് എങ്ങനെ ജീവിച്ചിനെന്നുള്ളതും ഇജ് എത്ര നല്ല സ്വഭാവക്കാരിയാണെന്നുള്ളതും ഏതാണ് എൻ്റെ തറവാട് എന്നുള്ളതും ഒക്കെ ഇപ്പൊ ആ ബുക്കിലുണ്ടാവുമല്ലോ അല്ലേ. അപ്പൊ ഞങ്ങള് പോയി സൗകര്യം പോലെ അന്വേഷിച്ചിട്ട് എന്നോട് വിവരം തരാം കേട്ടോ. അതിനെ കുറിച്ച് ഞങ്ങൾക്ക് ആർക്കും ഒരു ഐഡിയ ഒരു ധാരണയില്ല. ബാക്കി പറ. 14 തീയതി 15 തീയതി എവിടെയായിരുന്നെന്നറിയാവോ? തിരുവനന്തപുരത്ത് താജ് വിവാന്തയില്. ഓക്കെ, വിവാന്ത ബൈ താജ് അവിടെ തിരുവനന്തപുരത്ത്. നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ആദ്യം ഈയൊക്കെ മനസ്സിലാക്കേണ്ട വിലയിരുത്തേണ്ടത് എന്താ അറിയോ? കൂടെ നിന്നിട്ട് തെറ്റ് ചെയ്തോ ചെയ്തില്ലേ എന്നുള്ളതൊക്കെ പിന്നെ കൂടെ നിന്ന് വിശ്വസിച്ചവരെ അടിവേര് നിങ്ങളൊക്കെ മാന്തി, അതും ഒരിക്കലും മറ്റൊരാൾ അറിയരുതേ എന്നുള്ള വാക്കും കൊടുത്ത് വിശ്വസ്തയോടെ പറഞ്ഞ പല രഹസ്യങ്ങളാണ് നിങ്ങൾ ഈ പുറത്തു വിടുന്നത്. അതിലപ്പുറത്തേക്ക് എന്ത് ക്വാളിറ്റി അടി നിങ്ങളൊക്കെ അളക്കണ്ടേ? ഒന്ന് പറഞ്ഞാട്ടിക്ക. നിങ്ങളുടെ രണ്ടുപേരുടെ യഥാർത്ഥ ക്വാളിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മറ്റേ തൂറിയതും പാത്തിയതും ഒക്കെ മുഴുവൻ സോഷ്യൽ മീഡിയ കൂടെ വിളിച്ച് പറഞ്ഞിട്ട് സ്വയം ഞാൻ ജയിച്ചു, ഞാൻ ഇന്റെ ഭാഗത്ത് സത്യം എന്നുള്ളത് വരുത്തി തീർക്കാൻ നിങ്ങൾ ഈ വെപ്രാളപ്പെടുന്ന വെപ്രാളല്ലേ. സമൂഹങ്ങളെ എങ്ങനെ കാണണമെന്ന് അറിയോ? നിങ്ങൾ എത്ര ലിപ്സ്റ്റിക് ഇട്ടിട്ടും മേക്കപ്പ് ചെയ്തിട്ടും ഒരു കാര്യമല്ല, അതിലൊന്നും നിൽക്കൂല. അത്രയും എന്താ പറയാ ചളി പുരണ്ട മനസ്സും മറ്റേ വാക്കുകളാണ് നിങ്ങളുടെ അടുത്തുള്ളത്. ഷെയർ ചെയ്യാൻ മറക്കരുത്.